വെൽക്കം ടു തൃശ്ശൂർ കിച്ചൺ ആൻഡ് ബ്ലോഗ്. ഇന്നത്തെ വീഡിയോയിൽ ചെയ്യുന്നത് അവിയലാണ്. നമ്മൾ ഓണമൊക്കെയാണ് അടുത്ത് വരുന്നത്. അപ്പോൾ ഓണത്തിന് നമ്മൾക്കുണ്ടാക്കാവുന്ന ഒരു നല്ല കിടുക്കൻ അവിയലാണ് ഇന്ന് ഞാൻ കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് അതിന് വേണ്ട ചേരുവകൾ ആദ്യം ഒന്ന് നോക്കാം. ഞാനിവിടെ ഒരു 800 ഗ്രാമോളം വെജിറ്റബിൾസ് എടുത്തിട്ടുണ്ട്. ക്ലീൻ ചെയ്ത് കട്ട് ചെയ്ത അളവാണ് ഞാൻ പറയുന്നത്. നമ്മൾ ഈ വെജിറ്റബിൾസ് എടുക്കുമ്പോൾ ഒന്ന് രണ്ട് കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഒന്ന്, നല്ല ഫ്രഷ് വെജിറ്റബിൾ എടുക്കുക. വാട്ടം തട്ടിയ വെജിറ്റബിൾ ആണെങ്കിൽ വേവാൻ താമസം ഉണ്ടാവും. അതുപോലെ തന്നെ ബീട്രൂട്ട് ഇതിൽ നിന്ന് പരമാവധി ഒഴിവാക്കുക. ബീട്രൂട്ട് ഇടുമ്പോൾ നമ്മളുടെ അവിയലിൻ്റെ കളറൊക്കെ മാറിപ്പോവും. മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ചേന കട്ട് ചെയ്യുമ്പോൾ മറ്റുള്ള കഷ്ണത്തിനേക്കാൾ അല്പം കനം കുറച്ച് കട്ട് ചെയ്യുക. ഇത്ര കാര്യങ്ങൾ അവിയലിന് കട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക. പിന്നെ കട്ടിങ് കഴിഞ്ഞ ഉടനെ നമ്മുടെ കഷ്ണങ്ങൾ വെള്ളത്തിൽ ഇട്ട് വയ്ക്കാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ നമുക്ക് വേണ്ടത് ഒരു അരമുറി തേങ്ങയാണ്. വലിയ തേങ്ങയുടെ ഒരു അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 4-5 പച്ചമുളക്, 2-3 ചെറിയ ഉള്ളി, ഒരു 2 അല്ലെങ്കിൽ 3 അല്ലി വെളുത്തുള്ളി, പിന്നെ ഒരു സ്പൂൺ ചെറിയ ജീരകം. പിന്നെ നമ്മൾക്ക് വേണ്ടത് അല്പം കറിവേപ്പില, മഞ്ഞൾപ്പൊടി, വെളിച്ചെണ്ണ, പിന്നെ തൈര്, പിന്നെ ഇത് കൂടാതെ ആവശ്യത്തിന് ഉപ്പും പിന്നെ അല്പം വെള്ളം. നമ്മൾ ഇത് അവിയലുണ്ടാക്കാനായിട്ട് എടുക്കുന്ന പാത്രം അടി പരന്ന പാത്രമായിരിക്കരുത്. അല്പം അടി കട്ടിയുള്ള കുഴിയുള്ള ഉരുളിയോ ചീഞ്ചട്ടിയിലോ അവിയലുണ്ടാക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ നമ്മളുടെ കട്ടിങ് എല്ലാം വെള്ളത്തിൽ നിന്ന് വാരി ഞാൻ നമ്മളുടെ ചീഞ്ചട്ടിയിലേക്ക് വാരി ഇടുന്നുണ്ട്. ഞാനിതിനകത്ത് മുരിങ്ങാക്കോല് എടുക്കാനായിട്ട് വിട്ടുപോയിട്ടുണ്ട്. അപ്പോൾ മുരിങ്ങാക്കോല് നിങ്ങൾ ഇതേ നീളത്തിലരിഞ്ഞ് നെടുകെ ഒന്ന് കട്ട് ചെയ്തിടുക. ഇതിലേക്ക് ഞാൻ ഒരു 3/4 സ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഞാനിപ്പോൾ തൽക്കാലം ഒരു 1/2 സ്പൂൺ ഉപ്പാണ് ഇട്ട് കൊടുക്കുന്നത്. നമ്മൾക്ക് ഉപ്പ് പിന്നീട് ആവശ്യമുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക. കൂടി കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. പിന്നെ അതോടൊപ്പം തന്നെ ഒരു സ്പൂണോളം വെളിച്ചെണ്ണ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇതിനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഏകദേശം 50 മില്ലി വെള്ളമാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. നമ്മളുടെ വെജിറ്റബിളിൽ ഓൾറെഡി ഒരല്പം വെള്ളം ഉണ്ടാവും. അപ്പോൾ വെള്ളം അധികമാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതിലേക്ക് ആവശ്യത്തിന് വേപ്പില, ഞാനിപ്പോൾ ഒരു തണ്ട് വേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾക്കതൊന്ന് മിക്സ് ചെയ്യാം. നമ്മളിതിൻ്റെ വെള്ളം തിള വന്നതിന് ശേഷം ഒന്നും കൂടി ഒന്ന് ഇളക്കി നമ്മൾ പകുതി ഫ്ലെയിമിലിട്ടാണ് നമ്മൾക്ക് അവിയൽ തയ്യാറാക്കി എടുക്കേണ്ടത്. ഒരു 90% വെള്ളം വറ്റി കഴിയുമ്പോൾ നമ്മളുടെ ഫ്ലെയിം ഏറ്റവും ലോവിലേക്ക് മാറ്റി കൊടുക്കേണ്ടതാണ്. അപ്പോൾ നമുക്കിതൊന്ന് ബോയിൽ ചെയ്തെടുക്കാം. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇത് എന്നിട്ട് നമ്മൾക്ക് ആവി പോവാതെ ഒരു മൂടി വെച്ച് നമ്മൾക്കത് ബോയിൽ ചെയ്തെടുക്കാം. നമുക്ക് നമ്മളുടെ വെജിറ്റബിൾസ് ബോയിലാവുന്ന നേരം കൊണ്ട് നമ്മളുടെ തേങ്ങ ഒന്ന് ഒതുക്കിയെടുക്കാം. അപ്പോൾ അതിന് ആദ്യം നമ്മളുടെ മിക്സിയുടെ മീഡിയം ജാറിലേക്ക് നമ്മളുടെ പച്ചമുളക്, അതുമാതിരി തന്നെ ചെറിയുള്ളി, വേപ്പില, ജീരകം എന്നിവ ഇട്ട് ആദ്യം നമുക്കൊന്ന് ക്രഷ് ചെയ്തെടുക്കണം. സാധാരണ എല്ലാവരും കാണിക്കുന്ന ഒരു അബദ്ധം, നമ്മളുടെ ഈ തേങ്ങ അതേമാതിരി തന്നെ മറ്റുള്ള ചേരുവകൾ എല്ലാം ഒരുമിച്ച് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് ക്രഷ് ചെയ്തെടുക്കുകയാണ് പതിവ്. പക്ഷെ അങ്ങനെ ചെയ്യുമ്പോൾ നമ്മളുടെ ചെറിയുള്ളി അതേമാതിരി തന്നെ പച്ചമുളക് ഒന്നും നന്നായിട്ട് ക്രഷ് ആവില്ല. അപ്പോൾ തേങ്ങ ഒഴികെയുള്ള മറ്റു ചേരുവകൾ ആദ്യം നമ്മൾക്ക് നന്നായി ഒന്ന് ക്രഷ് ചെയ്തെടുത്തതിന് ശേഷം തേങ്ങയിട്ട് ഒന്ന് ഒതുക്കിയെടുത്താൽ മതി. അപ്പോൾ നമ്മൾക്ക് നല്ല ഒരു തേങ്ങ ഒതുക്കിയതിൻ്റെ മിശ്രിതം നമ്മൾക്ക് ലഭിക്കുന്നതാണ്. ഒന്ന് നമ്മളുടെ ആദ്യത്തെ ചേരുവകൾ ഫ്രഷായി വന്നിട്ടുണ്ട്. ഇനി തേങ്ങയിട്ട് ഒന്ന് ഒതുക്കിയെടുക്കുക. നമ്മൾ ഒരുപാട് നേരം ഇത് ഒതുക്കിയെടുക്കേണ്ട ആവശ്യമില്ല. ഒരു 2-3 സെക്കൻഡ് ഒന്ന് മിക്സിയിൽ ഒന്ന് കറക്കിയെടുക്കേണ്ട ആവശ്യമുള്ളൂ. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. തേങ്ങ ഒരുപാട് അരയാതിരിക്കാനായിട്ട് പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുക.
ഇത് നമ്മൾക്കൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഇപ്പം നമ്മളുടെ അവിയലിൻ്റെ വെജിറ്റബിൾസ് എല്ലാം അത്യാവശ്യത്തിന് കുക്കായി കിട്ടിയിട്ടുണ്ട്. നമ്മളുടെ വെജിറ്റബിൾസിലെ വെള്ളമെല്ലാം ഇപ്പോൾ വറ്റി പോയിട്ടുണ്ട്. നമുക്കിതിനകത്ത് ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് നോക്കി ബാലൻസ് ചെയ്യാം. അതേപോലെ തന്നെ ചേനയുടെ ഒരു കഷ്ണം എടുത്ത് നമുക്കിത് ബോയിലായിട്ടുണ്ടോ എന്ന് നോക്കാം. ബോയിലായില്ലെങ്കിൽ വെള്ളം ഓൾറെഡി വറ്റിയേക്കുന്നതാണ്. ഒരിക്കലും പച്ചവെള്ളം ഒഴിക്കരുത്. തിളപ്പിച്ച് വെള്ളം ഒഴിച്ച് ഒന്നും കൂടി കുക്ക് ചെയ്ത് എടുത്താൽ മതിയാവും. ഇതിലേക്ക് നമ്മൾ ഒതുക്കി വെച്ചിരിക്കുന്ന തേങ്ങ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് നമ്മൾക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് നമ്മളുടെ തൈര് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു 100 മില്ലിയോളം തൈരാണ് ചേർത്ത് കൊടുക്കുന്നത്. നമ്മൾ തൈരിൻ്റെ അളവ് കൂടുമ്പോൾ ഇതിൻ്റെ ആ ഒരു കുഴച്ചിൽ കൂടും. അപ്പോൾ നിങ്ങൾക്ക് ഇതെങ്ങനെ ഡ്രൈ ആയിട്ട് വേണോ അതല്ലെങ്കിൽ നല്ല ലൂസിൽ വേണമെന്നുണ്ടെങ്കിൽ തൈരിൻ്റെ അളവിൽ മാറ്റങ്ങൾ വരുത്തുക. ഞാനിപ്പോൾ അധികം ഡ്രൈയും അല്ല എന്നാൽ ഒരുപാട് കുഴഞ്ഞ രീതിയിലും അല്ല, ഇതിൻ്റെ ഇടയിലുള്ള ഒരു പരുവത്തിലാണ് ഞാനിത് റെഡിയാക്കി എടുത്തിരിക്കുന്നത്. അപ്പോൾ ഒരു 100 മില്ലി തൈരാണ് ഞാനിപ്പോൾ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. നമുക്കിത് ഇതേപോലെ ഒന്ന് തട്ടിപ്പൊത്തി വെച്ച് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1-2 സ്പൂൺ പച്ച വെളിച്ചെണ്ണ നമ്മൾക്ക് ഒഴിച്ചു കൊടുക്കാം. ഇപ്പം നമ്മളുടെ അവിയൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മൾക്ക് ഇത് സദ്യക്കൊക്കെ ആണെങ്കിൽ ഒരു 12 തുടങ്ങി 15 ഇലയിൽ വരെ വിളമ്പാം. അതല്ലെങ്കിൽ നമ്മൾക്ക് ഇത് ഒരു കറി അല്ലെങ്കിൽ 2 കറി മാത്രമുള്ളെങ്കിൽ ഒരു 8-10 പേർക്ക് ലാവിഷായിട്ട് കഴിക്കാവുന്ന അവിയലാണ്. അപ്പോൾ വീഡിയോ കണ്ട നിങ്ങൾക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി. അതോടൊപ്പം ഓണത്തിൻ്റെ ആശംസകൾ ഞാൻ നേരുന്നു. നിങ്ങൾ ഇതുവരെയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം ബെല്ലൈക്കൺ എനേബിൾ ആക്കി ഓൾ സെലക്ട് ചെയ്യുക.